നമസ്കാരം, നന്ദകുമാറാണ്. ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു തീർത്തതുപോലെ ഒരു ഇമേജിൽ എങ്ങനെയാണ് ഡേ നൈറ്റ് എഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പവർ പോയിന്റ് ആണ്. പവർ പോയിന്റിൽ നമുക്ക് ഡേ നൈറ്റ് എഫക്റ്റുകൾ ഒരേ പിക്ചറിൽ കൊണ്ടുവരുവാൻ സാധിക്കും. ഇത് കുറച്ച് കൗതുകകരമായ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കുവാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലെ നമ്മളൊരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം നമ്മൾ ബ്ലാങ്ക് പ്രസന്റേഷൻ, നമുക്ക് ടൈറ്റില് സബ് ടൈറ്റിൽ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളത് ഡിലീറ്റ് ചെയ്തു. ഇനി നാം ചെയ്യുന്നത് ഇൻസേർട്ടിൽ വന്ന് നമ്മളൊരു ഇമേജ് ആഡ് ചെയ്യുകയാണ്. നമ്മളൊരു ഇമേജ്, ഈ ഒരു ഇമേജാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ ഇത് ക്രോപ്പിൽ വന്ന് ആസ്പെക്ട് റേഷ്യോ 16:9 16:9 സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇത് നമ്മൾ ഫുള്ളിലേക്ക് വലിച്ചു വയ്ക്കുക. ഇപ്പം നമുക്ക് ഒരു ഇമേജായി. ഇനി നമുക്ക് ആവശ്യം മറ്റൊരു സ്ലൈഡ് എടുത്ത് അതിൽ കാണിച്ചു തരാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊന്ന് ചേഞ്ച് ചെയ്താലായിരിക്കും നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാവുക. ഇൻസേർട്ടിൽ വന്ന് നമ്മൾ നേരത്തെ ഇൻസേർട്ട് ചെയ്ത അതേ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അതും നമ്മൾ ആസ്പെക്ട് റേഷ്യോ 16:9 സെലക്ട് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്കത് വ്യക്തമാവും എന്ന് കരുതുന്നു. കണ്ടോ, ഇത് നമുക്ക് 16:9 ഉള്ള ഒരു ഇമേജാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒന്ന് മാറ്റി നോക്കാം. നമുക്ക് ഫോർമാറ്റിൽ വന്ന് മറ്റൊരു നിറം കൊടുത്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇത് ഒറിജിനൽ ഇമേജ്, ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഇമേജ്. നമുക്ക് ഈ ഒരു ഇമേജ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാൻ നമുക്ക് ഈ സ്ലൈഡിൻ്റെയും ആവശ്യമില്ല. നമ്മളത് ഇവിടെ കോപ്പി ചെയ്യുന്നു. നമ്മളത് കൃത്യമായിട്ട് അതിൽ അലൈൻ ചെയ്തു. ഇപ്പോൾ 2 ലെയർ ഫോട്ടോയാണ് നമുക്കിതിലുള്ളത്. ഒരു ഒറിജിനൽ ഇമേജും ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ള ഇമേജും. ശരി, വീണ്ടും നമ്മൾ ഇൻസേർട്ടിൽ വരുന്നു. ഇൻസേർട്ടിൽ വന്നതിന് ശേഷം നമുക്കൊരു നൈറ്റ് ഫീലിന് വേണ്ടിയിട്ടൊരു നൈറ്റ് ഇമേജ് ആവശ്യമാണ്. നമ്മൾ അതിലേക്കൊരു നൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഇമേജ് എടുത്തു. അതിൻ്റെയും ആസ്പെക്ട് റേഷ്യോ 16:9 ആണ്. നമ്മളത് കവർ ചെയ്ത് വയ്ക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ പിക്ചർ ഫോർമാറ്റിൽ ഇവിടെ സെലക്ഷൻ പെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇത് സെലക്ട് ചെയ്ത് ഈ പിക്ചർ 7 എന്ന് പറയുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ്. നമുക്കതൊന്ന് താഴേക്ക് വയ്ക്കാം. ഇപ്പോൾ പിക്ചർ 7 രണ്ടാമതായി. അതായത് ഇപ്പോൾ മുകളിലിരിക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ള ഇമേജ്. നമുക്കത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ള ഇമേജ് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷം നമുക്കൊന്ന് കളയാം. ഇപ്പോൾ ഇങ്ങനെ വന്നു. ഇപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ വ്യക്തമാവുന്നുണ്ടാവും എന്ന് കരുതുന്നു. ശരി, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ ഇമേജ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക്
കാണുന്ന അല്ലെങ്കിൽ ആ നൈറ്റ് മോഡിൽ കാണുന്ന ആ ഇമേജ് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ പിക്ചർ ഫോർമാറ്റിൽ അതിൻ്റെ മോർ ഓപ്ഷനിൽ വന്ന് പിക്ചർ ട്രാൻസ്പെറൻസി നമ്മൾ 100% ആക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാത്രമേ അവിടെ കാണാനുള്ളൂ. ഇപ്പോൾ ഇത് വന്നു നമുക്ക്. ശരി, ഇനി നമുക്ക് ഇതൊരു കോപ്പി എടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ പിക്ചർ ഫോർമാറ്റിൽ വരുന്നു. ഇവിടെ നമ്മൾ സെലക്ഷൻ പെയിനിൽ രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്ത് അതിൻ്റെ ഓപ്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ പിക്ചർ ട്രാൻസ്പെറൻസി 100 കിടക്കുന്നുണ്ടായിരിക്കും. നമ്മളത് മാറ്റി 0 തന്നെ ആക്കുന്നു. ഇപ്പോൾ നമുക്ക് 2 ഇമേജ് വന്നു, ഒരു ഡേ ഇമേജും ഒരു നൈറ്റ് ഇമേജും. നമുക്കിവിടെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടെ ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഒരു മുകളിലിരിക്കുന്ന ചിത്രം സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആ ഒരു ചിത്രം സെലക്ട് ചെയ്ത് നമുക്കിവിടെ കളറിൽ വന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് നമുക്ക് അത് ഇവിടെ നിന്നും ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഒരു ബ്രൈറ്റ്നസ് ഒരു അല്പമൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ഈ തരത്തിലൊരു ഇമേജ് ലഭ്യമാവും. ശരി, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഒന്ന് ഡേ. നമ്മൾ ഇതിവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് നമ്മളതിൽ നൈറ്റ് എന്നും ടൈപ്പ് ചെയ്യുന്നു. ഫോണ്ട് കളർ നമുക്ക് വൈറ്റ് ആയിട്ടും വയ്ക്കാം. ഇത് നമ്മൾ പുറത്തേക്ക് തള്ളി വയ്ക്കുന്നു. ഇതിവിടെ അകത്ത് തന്നെ ഇരിക്കുന്നു. നമുക്ക് ഈ 2 ടെക്സ്റ്റുകളും കോപ്പി ചെയ്യാം, ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് സെൻഡ് ടു ബാക്ക് കൊടുക്കാം. എന്നിട്ടത് താഴേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇപ്പം നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു പിക്ചറിനടിയിലേക്ക് അത് പോയി. സെയിം പാറ്റേണിൽ നമുക്കിവിടെ ഈ നൈറ്റ് എന്നുള്ളത് നമ്മളിവിടെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നൈറ്റ് നമ്മുടെ താഴേക്ക് ഇറക്കിയും വയ്ക്കും. നമുക്കിതിലൊരല്പം കൂടെ കൊണ്ടുവരാം. ഇത് നമുക്ക് താഴേക്ക് ഇറക്കി വയ്ക്കാം. ഇവിടെ നമ്മളത് സെൻഡ് ടു ബാക്ക് കൊടുക്കുന്നു. ഒരിക്കൽ കൂടെ സെൻഡ് ടു ബാക്ക് കൊടുത്ത് നമ്മളത് താഴേക്ക് ഇറക്കി വയ്ക്കും. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ഉള്ളിൽ ഹൈഡായി. എഫക്റ്റ് മോർഫ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഇത് സെലക്ട് ചെയ്ത് ഒന്നുകൂടെ സെൻഡ് ടു ബാക്ക് കൊടുക്കാം. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത് അറേഞ്ച് ടു ബാക്ക് കൊടുക്കാം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് ഇപ്പോൾ നോക്കൂ, നമ്മളിവിടെ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഡേ ആണ്. നമുക്ക് നൈറ്റ് എഫക്റ്റ് പറ്റി ഡേ നൈറ്റ്. അപ്പോൾ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ പോലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദകുമാർ, ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സ്.